ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തീർത്തു. എല്ലാവരും കൂടെ പഠിച്ചു വരുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വ്യക്തിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, കുമാരഗുരുദേവൻ. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കുമാരഗുരുദേവൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്തായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കൊമാരൻ എന്നായിരുന്നു. കൊമാരൻ. ഇദ്ദേഹം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാട്ടോ. ഇദ്ദേഹം കുമാരഗുരുദേവൻ എന്നും, പൊയ്കയിൽ അപ്പച്ചൻ എന്നും, പറയൻ യോഹന്നാൻ എന്നും, പൊയ്കയിൽ യോഹന്നാൻ എന്നും, പുലയൻ മത്തായി എന്നും, കേരള നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നു. ഒന്ന് നമുക്ക് നോക്കാം. പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, പറയൻ യോഹന്നാൻ, പൊയ്കയിൽ യോഹന്നാൻ, പുലയൻ മത്തായി, കേരള നെപ്പോളിയൻ. ഇങ്ങനെ എല്ലാ പേരുകളിലും അറിയപ്പെട്ടിരുന്നത് ഒരേ ഒരു വ്യക്തി തന്നെയാണ്, കുമാരഗുരുദേവൻ കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യുക. നമുക്ക് പുലയൻ മത്തായിയും അതുപോലെ കേരള നെപ്പോളിയനൊക്കെ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തി പൊയ്കയിൽ യോഹന്നാനാണ്, അതായത് കുമാരഗുരുദേവനാണ്. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നു. ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് കുമാരഗുരുദേവനാണ്. 1906 കോട്ടയത്ത് നടന്ന വാകത്താനം ലഹളയിൽ ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ, അതായത് കുമാരഗുരുദേവൻ. ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകൻ കുമാരഗുരുദേവൻ. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കുമാരഗുരുദേവൻ. അദ്ദേഹം 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 അദ്ദേഹം സ്ഥാപിച്ചു. ഈ PRDSൻ്റെ മുഖപത്രം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. ആദിയാർ ദീപം. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ദളിത് നായകൻ കൂടിയാണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ദളിത് നായകനാണ് കുമാരഗുരുദേവൻ. 1921 1931 ഇങ്ങനെ 2 വർഷങ്ങളിലായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ച് അദ്ദേഹം ഗാന്ധിജിയുമായി കണ്ടുമുട്ടി. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ച് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടി. അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചു. ഇനി അടിലഹള എന്നറിയപ്പെട്ട പ്രക്ഷോഭം നടത്തിയ വ്യക്തിയുമാണ് കുമാരഗുരുദേവൻ. ഈ അടിലഹളയിൽ ഉൾപ്പെടുന്ന കുറച്ച് പ്രക്ഷോഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, മുണ്ടക്കയം ലഹള. അടിലഹളയിൽ ഉൾപ്പെടുന്ന കുറച്ച് പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, മുണ്ടക്കയം ലഹള. ഇനി അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? കുമാരഗുരുദേവൻ്റെയാണ്. ഇനി പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MR രേണുകുമാറാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് MR രേണുകുമാർ. 1-ാം ലോക മഹായുദ്ധ സമയത്ത് മാരാങ്കുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും കുമാരഗുരുദേവനാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? മാരാങ്കുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ. അപ്പോൾ പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായി കേൾക്കുക, ഹൃദ്യസ്ഥമാക്കുക.
അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് സമ്മറൈസ് ചെയ്യാം. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. അദ്ദേഹം ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു. കുമാര ഗുരുദേവൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നും പറയൻ യോഹന്നാൻ എന്നും പൊയ്കയിൽ യോഹന്നാൻ എന്നും അതുപോലെ തന്നെ പുലയൻ മത്തായി എന്നും കേരള നെപ്പോളിയൻ എന്നും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് കുമാര ഗുരുദേവൻ. അദ്ദേഹം തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ദ്രാവിഡ ദളിതൻ എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി ബൈബിൾ കത്തിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹം സ്ഥാപിച്ചു. ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ദളിത് നായകൻ കൂടിയാണ് കുമാര ഗുരുദേവൻ. അദ്ദേഹം 1937 നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി. ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M.R. രേണുകുമാറാണ്. ഇനി 1-ാം ലോകമഹായുദ്ധ സമയത്ത് മാരാങ്കുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും കുമാര ഗുരുദേവനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.